നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലാണ്. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള ഈ പ്രമുഖ തീർത്ഥാടന കേന്ദ്രം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയത്ത് നിന്നും ഏകദേശം 35 കിലോമീറ്റർ അകലെയുള്ള ഈരാറ്റുപേട്ടയിലെ അരുവിത്തറയിൽ മീനച്ചിലാറിൻ്റെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സെൻറ്റ് ജോർജ് ഫൊറാന പള്ളി അഥവാ അരുവിത്തറ പള്ളി. പാലാരൂപതയുടെ കീഴിലാട്ടോ നമുക്കിടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതരങ്ങൾ എന്തിനു നാഥാ, ഈ ജീവിതം എന്തിനു നാഥാ. ഇനി നമ്മുടെ പള്ളിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ടുള്ള തോമാസ് ലീഹ സ്ഥാപിച്ച പള്ളിയാണിത്. 7 പള്ളികളിലെ അരപ്പള്ളിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലോ ആണ് നമ്മുടെ ഈ പള്ളി നിർമ്മിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നത്. എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങൾ എന്തിനു നാഥാ, ഈ ജീവിതം എന്തിനു നാഥാ. ഇനിയിപ്പോൾ ഈ പള്ളിയുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്ര മാതൃകയിൽ കരിങ്കല്ലിൽ പണി തീർത്ത ഒരു പള്ളിയായിരുന്നു ഇത്. ആദ്യകാലത്ത് ഇത് മർത്തമറിയത്തിൻ്റെ നാമത്തിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? 14-ാം നൂറ്റാണ്ടിൽ നിലയ്ക്കൽ ഭാഗത്ത് നിന്നും ഈ പ്രദേശത്തേക്ക് കുറേ ക്രൈസ്തവർ കുടിയേറി പാർത്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ കുടിയേറി പാർത്തവരുടെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുസ്വരൂപം അവർ ഈ പള്ളിയിൽ, അരുവിത്തറ പള്ളിയിൽ സ്ഥാപിച്ചതോടുകൂടി മർത്തമറിയത്തിൻ്റെ നാമത്തിലുണ്ടായിരുന്ന ഈ ദേവാലയം വിശുദ്ധ ഗീവർഗീസിൻ്റെ പള്ളിയായിട്ട് അറിയപ്പെടാനും തുടങ്ങി. അതിനുശേഷം ഈ ഇടവകയിലുണ്ടായിരുന്നവർക്കും സമീപ പ്രദേശത്തുള്ളവർക്കും നമ്മുടെ വിശുദ്ധ ഗീവർഗീസാരായി അരുവിത്തറ വല്യച്ഛനായി മാറി. ആകാശത്ത് വിരിയുന്ന താരകൾ കിളികളിൽ നോക്കി നാം ആർത്തുപാടാം. ഇനി നമ്മുടെ പള്ളിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പള്ളിയുടെ മഹത്വവും അത്ഭുതങ്ങളും തന്നെയാണ്. ഇവിടെ പ്രത്യേകമായിട്ട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നത് ചർമ്മരോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാമ്പിനെ ഭയക്കുന്നതിന്, പാമ്പ് സംബന്ധിച്ച് ഭയവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരുവിത്തറ വല്യച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നാണ് വിശ്വാസം. എല്ലാ വർഷവും ഏപ്രിൽ 23-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഇവിടെ ഒരു ആഘോഷം തന്നെയാണ്. കാരണം എന്താണ്? നമ്മുടെ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ഇത് കൂടാതെ എല്ലാ വർഷവും ജനുവരി മാസത്തിൽ കർമ്മല മാതാവിൻ്റെ തിരുനാൾ, കല്ലിട്ട തിരുനാളും നമ്മളിവിടെ ആഘോഷിക്കുന്നുണ്ട്. വിരിയുന്ന താരകൾ കിളികളിൽ നോക്കി നാം ആർത്തുപാടാം. ഇത്രയും മഹത്വം നിറഞ്ഞ ഈ ദേവാലയത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.